ഓം ശാന്തി. എൻ്റെ പ്രാണേശ്വരനായ ബാബ, ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ചൈതന്യശക്തി ആത്മാവാണ്. ഞാൻ ആത്മാ ഈ ശരീരത്തിൻ്റെ ഭ്രകുടിയിൽ മസ്തക മധ്യത്തിൽ വിരാജിക്കുന്നു. ആത്മാവായ ഞാൻ മനസ്സ്, ബുദ്ധി, സംസ്കാര സഹിതമാണ്. ഇതെൻ്റെ സൂക്ഷ്മമായ ശക്തികളാണ്. ആത്മാവായ ഞാൻ എന്നെ തന്നെ കാണുകയാണ്. ഒരു ചൈതന്യ നക്ഷത്രത്തിന് സമാനം മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എങ്ങനെ ഒരു വിളക്കിൽ ദീപം പ്രകാശിക്കുന്നുവോ, ഈ ശരീരം ഒരു വിളക്കാണ്. ആത്മദീപമായ ഞാൻ ഈ ശരീരമാകുന്ന വിളക്കിൽ പ്രകാശിക്കുന്നു. ഈ ശരീരം ഒരു ചെപ്പാണ്. ആത്മാവായ ഞാൻ ഇതിൽ വജ്രമാണ്. ഈ ശരീരം ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ആത്മാവായ ഞാൻ ഇതിനെ ഉപയോഗിക്കുന്ന ആളാണ്. ഈ ശരീരം ഒരു രഥമാണ്. ഞാൻ ഇതിൻ്റെ സാരഥിയാണ്. ഈ രഥത്തെ ചലിപ്പിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഒരു ചൈതന്യമാണ്. ഈ ശരീരമാകുന്ന ചെപ്പിനുള്ളിൽ ഒരു വജ്രം കണക്കെ ആത്മാവായ ഞാൻ പ്രകാശിക്കുന്നു. ഞാൻ ആത്മാ മസ്തകമണിയാണ്. പരമപിതാ പരമാത്മാ ജ്യോതി സ്വരൂപന്റെ സന്താനമാണ് ആത്മാവായ ഞാൻ. എൻ്റെ തലയ്ക്ക് മുകളിൽ പരമപിതാ പരമാത്മാവിൻ്റെ സ്നേഹയുക്തമായ ദൃഷ്ടിയുണ്ട്. എപ്പോഴാണോ ഞാൻ ബാബയെ തിരിച്ചറിഞ്ഞത്, ബാബയെ മനസ്സിലാക്കിയത്, എൻ്റെ മനസ്സിൻ്റെ ചരട് ബാബയുമായി ബന്ധിപ്പിച്ചത്,
ആ നിമിഷം തന്നെ ബാബ എന്നെ തൻ്റേതാക്കി മാറ്റി. ഞാൻ എൻ്റെ ജ്ഞാനത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുകയാണ്. എൻ്റെ ബാബ പരമപിതാ പരമാത്മാ പരംധാമത്തിൽ ഇത്രയും ദൂരെ വസിച്ചുകൊണ്ടും എൻ്റെ സമീപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബാബയിൽ നിന്നും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ എന്നിലേക്ക് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ആ ഛത്രഛായയ്ക്കുള്ളിലാണ്. ആത്മാവായ ഞാൻ ഈ ശരീരസഹിതം ഈ വിശ്വമാകുന്ന നാടകവേദിയിൽ പാർട്ടഭിനയിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട ബാബ, അങ്ങ് തന്നെയാണ് എൻ്റെ സത്യമായ കൂട്ടുകാരൻ. ബാബ, അങ്ങ് തന്നെയാണ് എൻ്റെ മാതാവും പിതാവും. എൻ്റെ സർവസംബന്ധിയും അങ്ങ് തന്നെയാണ്. എൻ്റെ സർവസ്വവും ബാബ അങ്ങ് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സത്യമായ കൂട്ടുകാരൻ അത് ബാബ തന്നെയാണ്. ഈ അനുഭവം ഞാൻ ചെയ്യുകയാണ്. ശിവ ബാബ, അങ്ങയേക്കാൾ വലുതായി ഈ ലോകത്തിൽ മറ്റാർക്കെൻ്റെ കൂട്ടുകാരനാകാൻ സാധിക്കും? പ്രിയപ്പെട്ട ബാബ, അങ്ങ് തന്നെയാണ് എൻ്റെ സത്യമായ കൂട്ടുകാരൻ. അങ്ങ് തന്നെയാണ് എൻ്റെ വഴികാട്ടി. ഇപ്പോൾ തൻ്റെ മനസ്സിനോട് തന്നെ ചോദിക്കൂ, ബാബയല്ലാതെ മറ്റാരെങ്കിലും എൻ്റെ കൂട്ടുകാരനായിട്ടുണ്ടോ? ബാബയേക്കാൾ വലുതായി ഈ ലോകത്തിൽ മറ്റാരെങ്കിലുമുണ്ടോ? തൻ്റെ മനസ്സിനെ ചെക്ക് ചെയ്യൂ. ആത്മപരിശോധന നടത്തൂ. ബാബ, അങ്ങ് തന്നെയാണ്
എനിക്ക് ഓരോ ചുവടിലും ശരിയായ വഴി കാണിച്ചു തരുന്ന എൻ്റെ വഴികാട്ടി, എൻ്റെ മാർഗദർശി. ഈ ലോകത്തിൽ നിന്നേക്കാൾ പ്രിയപ്പെട്ടതായി എനിക്ക് മറ്റാരും തന്നെയില്ല ബാബ. അങ്ങയുടെ പരിചയം പ്രാപ്തമാക്കിയ ആ നിമിഷം തന്നെ എൻ്റെ മനസ്സ് സന്തുഷ്ടമായിരിക്കുന്നു. വളരെ സരളതയോടുകൂടി തന്നെ ഞാൻ അങ്ങയുമായി സംബന്ധം യോജിപ്പിച്ചു. ആഹാ എൻ്റെ ബാബ, ആഹാ എൻ്റെ ഭാഗ്യം. ഞാൻ പരമ ആനന്ദത്തിലാണ്. ബാബയെ പ്രാപ്തമാക്കിയ എൻ്റെ മനസ്സ് ആനന്ദ നൃത്തത്തിലാണ്. ബാബ, ഞാൻ അങ്ങയുടെ ഛത്രഛായയ്ക്കുള്ളിൽ സദാ സുരക്ഷിതമായിരിക്കുന്നു. ഈ മുഴുവൻ ലോകത്തിലെ ആത്മാക്കൾക്കും സുഖം നൽകാൻ നിമിത്തമായിരിക്കുന്ന ആത്മാവാണ് ഞാൻ. ഈ മുഴുവൻ ലോകത്തിലെ ആത്മാക്കൾക്കും വേണ്ടി ശുഭഭാവന വയ്ക്കാൻ നിമിത്തമായിരിക്കുന്ന ആത്മാവാണ് ഞാൻ. എല്ലാവരെ പ്രതിയും സദാ ശുഭഭാവന വയ്ക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. മുഴുവൻ വിശ്വത്തിലെയും മുഴുവൻ ആത്മാക്കളുടെയും മംഗളം ചെയ്യാൻ എനിക്ക് സാധിക്കണം. ഈ സമയം ഈ മുഴുവൻ വിശ്വത്തിലും വളരെയധികം ദുഃഖം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖദാതാവിൻ്റെ കുട്ടിയായ ഞാൻ സർവർക്കും സുഖം നൽകി അവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ നിമിത്തമായിരിക്കുന്നു.
എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിയുകയാണ്, ഈ മുഴുവൻ വിശ്വവും എൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വത്തിലെ സർവ ആത്മാക്കളുടെയും ദുഃഖത്തെ ഇല്ലാതാക്കേണ്ടത് തൻ്റെ കൂടി കർത്തവ്യമാണ്. ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയിരിക്കുന്ന പ്രേമത്തിൻ്റെ കിരണങ്ങൾ, ശുഭഭാവനയുടെ കിരണങ്ങൾ ഈ മുഴുവൻ വിശ്വത്തിനും ഞാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ സകല ആത്മാക്കളുടെയും മംഗളമുണ്ടാകട്ടെ. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഇതാണ്. എല്ലാവരും സുഖിയായിരിക്കട്ടെ. എല്ലാവരുടെയും നന്മയുണ്ടാകട്ടെ. ഈ വിശ്വത്തിൽ ശാന്തി സ്ഥാപിതമാകട്ടെ. ഓം ശാന്തി.